Welcome to Blesha and Co. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് 3-in-1 വ്ളോഗാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഇത് അടച്ചിട്ടേക്ക് അല്ല തുറന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ വഴിയെ പറയാം. ഈ കാര്യം ഇതൊക്കെ ഇങ്ങോട്ട് എടുത്തു വെക്കട്ടെ വണ്ടിയുടെ അകത്ത്. ഞാൻ പറയാം അതെന്നാന്നേ. ഇത് നമ്മുടെ രണ്ടാമത്തെ സാധനം. ഓക്കെ കൊച്ചെല്ലാം എടുത്തില്ലേ? ഓക്കെ ബെജി എൻ്റെ പുണ്ണ് തെടിയാണോ നീയോ? പോവാൻ തെടിയാണോ എൻ്റെ പെണ്ണ്? എൻ്റെ പുണ്ണ് തെടിയാണോ? ഷിജെ പുണ്ണ്. അപ്പൊ നമ്മള് യാത്ര തുടർന്നു കേട്ടോ. എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 3 കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. 3 സംഭവങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ സംഭവം ഞാൻ പറഞ്ഞായിരുന്നു, ഒരു സാധനം നമ്മൾ പുറകിൽ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബെഡിന്റെ കുറച്ച് അധികം യൂസ് ചെയ്യാത്തതുമായ, അതായത് മനസ്സിലായില്ലേ, യൂസ് ചെയ്യാത്തതും അധികം യൂസ് ചെയ്യാത്തതുമായ കുറച്ച് ഡ്രസ്സുകളുണ്ട്. അപ്പോഴാണ് ഒരാൾ വഴി ഇങ്ങനെ അറിഞ്ഞു, 2 കുഞ്ഞു പിള്ളേര് ജനിച്ചിട്ടൊരു 2 മാസമായ പിള്ളേര് ഇവിടെ ഉണ്ട്. നോക്കാനായിട്ട് എടുത്ത് വളർത്തുന്നുണ്ട് ഒരു സ്ഥാപനത്തിൽ. അപ്പോൾ ആ സ്ഥാപനത്തിൽ നമ്മൾ പോയി കൊച്ചിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബെറാക്കി യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് കൂടുതലും. യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാനായിട്ട് 1-2 പ്രാവശ്യം എങ്ങാണ്ട് വിട്ട 2-3 ഡ്രസ്സുണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇത് ബെറാക്കിയുടെ പേരിൽ നമുക്ക് കൊണ്ടുപോയി ബെറാക്കി ഫസ്റ്റ് ചെയ്യുന്ന ഒരു സർവീസ് അല്ലേ, അങ്ങനെ പറയല്ലേ, ബെറാക്കി ഫസ്റ്റ് ചെയ്യുന്ന ഒരു സർവീസ് ആണെന്ന് ബെറാക്കിക്ക് തന്നെ അങ്ങ് വലുതാകുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ. ഇങ്ങനെ കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മളിങ്ങനെ അറിയാൻ നേരത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ നമുക്കൊരു ഇപ്പൊ ബെറാക്കിക്ക് ഒരു അനിയനോ അനിയത്തി ഉണ്ടായാൽ തന്നെ ബെറാക്കിന്റെ ഡ്രസ്സുകളായിരിക്കും പൊതുവെ അവരും യൂസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അത് അങ്ങനെയാണല്ലോ. അപ്പൊ അതേ ഒരു ഫീലിൽ തന്നെ നമ്മൾ കൊടുക്കാം. അതായത് ആരെയും അറിയിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നതിന് ഇത് പറയാനുള്ള കാരണം ഇങ്ങനെ സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി. ഇവിടെ ഇഷ്ടം പോലെ കൊച്ചു പിള്ളേരുടെ, അതായത് ജനിച്ച് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കപ്പെട്ട കുറേ പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേ സംഭവങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും അത് അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇത് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്കിവിടെ ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ. അതൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്ളോഗ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേവറേറ്റ് ഒരു ഡോക്ടറുടെ കാര്യമൊക്കെ എപ്പോഴും റീലിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം കേട്ടോ. ലോകത്ത് വന്നപ്പോൾ ആദ്യമായിട്ട് കണ്ട ആള് അതാണ് നമ്മുടെ ഡോക്ടർ, സെലിൻ ഡോക്ടർ. അപ്പോൾ സെലിൻ ഡോക്ടറിനെ ഞങ്ങൾ കഴിഞ്ഞ വ്ളോഗിൽ കാണാൻ പോയായിരുന്നേ, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. ആള് ഇച്ചിരി തിരക്കായി പോയി, ഞങ്ങളും ലേറ്റായി പോയി. അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. ആ വ്ളോഗ് ശരിക്കും പറഞ്ഞാൽ ഇട്ടിട്ടില്ല കേട്ടോ. ഈ വ്ളോഗ് ഇട്ടതിന് ശേഷമാണ് അത് ഇടത്തുള്ളൂ. കാരണം അതങ്ങനെയായി പോയി, എന്ത് ചെയ്യാനാ. പിന്നെ നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് എമ്പുരാൻ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേയും കൂടെയാണ്. 28th March ആണ് ഇന്ന്. രാത്രി 8:30 ഷോയ്ക്കാണ് കയറുന്നത്. അപ്പൊ ഇത്രയുമാണ് ഈ 3 പരിപാടികളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഒന്ന് തെറ്റേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ ആദ്യം സെലിൻ ഡോക്ടറിന്റെ അടുത്തായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെഡിന്റെ സാധനങ്ങൾ കൊടുത്തിട്ട് പിന്നെ നമ്മൾ സിനിമയ്ക്ക് കയറുന്നു. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. നമ്മൾ സെലിൻ ഡോക്ടറിനെ കാണാൻ എത്തിയിരിക്കുന്നു. പറയും ഈ സിസ്റ്ററെ നമ്മൾ ഡെലിവറിക്ക് അഡ്മിറ്റ് ആയ സമയം തുടങ്ങി നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉള്ള ഒരു സിസ്റ്റർ ആയിരുന്നേ. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ സെലിൻ ഡോക്ടറെ കാണാനാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ട് വന്നതാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചിരിച്ചേട്ടോ. ബെഡ് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറേ നാൾ മുമ്പ് ഇതിൻ്റെ അകത്തായിരുന്ന ആളെ ഇപ്പോൾ ഇവിടെയാണ് അല്ലേ മെജി? അങ്ങനെ നമുക്ക് ചെറിയൊരു പ്രശ്നമുള്ള എന്നാന്ന് വെച്ചാൽ നമ്മുടെ സെലിൻ ഡോക്ടറെ ഇവിടെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയുക. അപ്പോൾ അവിടെ ഇച്ചിരി സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അത് എല്ലാം കറക്റ്റ് അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. എല്ലാം ഇച്ചിരി ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് അവർ മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എമ്പുരാൻ കാണാൻ പോകണം. എമ്പുരാൻ നമ്മൾ 8:30 ഷോ.
ഇപ്പോൾ ഏകദേശം 8 മണിയാകാറ് 7:45. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തൽക്കാലം ഇവിടെ നിന്ന് ഇപ്പോൾ പോവുക. നമുക്ക് നാളെ വല്ലതും വരാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ പതുക്കെ ഇപ്പോൾ അങ്ങ് പോവുകയാണേ. നമുക്ക് അടുത്ത ദിവസം വല്ലതും നോക്കാം കാണാൻ പറ്റുമെന്ന്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ വിളിച്ചു ആള്. ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇറങ്ങിയ ആള്. ഇന്ന് പെട്ടെന്നായി. അപ്പോൾ അത് ഇവിടെ അങ്ങോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ബെഡിനെ കൊണ്ട് ബെഡിൻ്റെ ഡോക്ടറിന് കൊടുപ്പിക്കാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. തരുവൊക്കെ ചെയ്തു. ചെല്ല് ഭയങ്കര ഇതായല്ലേ. ബെഡി തന്നു കേട്ടോ ചോക്ലേറ്റ്. നമുക്ക് പോവാം. ടാറ്റ പറഞ്ഞു. ടാറ്റ. വണ്ടിയിൽ പോവാം. വണ്ടിയിൽ ബൈ. അവിടെ കഴിഞ്ഞിട്ടുണ്ടോ? ആരെ കൂട്ടായിരിക്കുന്ന കാലിയാക്കിയോ? അങ്ങോട്ട് പോണോ? ഫോമില് കുടിക്കില്ല. ഫോമില് കുടിക്കാത്ത കുറുമ്പിനാണോ അല്ലെങ്കിൽ കുറുമ്പിനാണോ ഇത്? ഇത് നമ്മുടെ സെലിൻ ഡോക്ടറിന്റെ ഹസ്ബൻഡാണ്. ഡോക്ടർ തന്നെയാണ്. ആളവിടെ സർജനായിട്ട് വർക്ക് ചെയ്യുകയാണ്. പേര് ഐറിൻറ്റ് മത്തായി. ആളെ കണ്ടപ്പോഴും നമ്മുടെ വിറക്കി അങ്ങ് ചാടിപ്പോയി കേട്ടോ. ഭയങ്കര ഇഷ്ടമായി ഈ വിറക്കിക്ക്. ബൈ ബൈ. അല്ല ഓ ശരി ശരി അങ്ങനെയാണോ? ബേറ്റി അപ്പൊ കാണാം. യെസ്, അങ്ങനെ നമ്മുടെ ഡോക്ടറെ നമുക്ക് കാണാൻ പറ്റി. കൂടെ ഡോക്ടറിന്റെ ഹസ്ബൻഡായിരുന്നു അത് കേട്ടോ. ഇറ്റ്സ് വെരി ഗുഡ്, നൈസ് മാൻ, അടിപൊളി മനുഷ്യൻ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റി. രണ്ടുപേരും അടിപൊളി, ഒന്നും പറയില്ല. അങ്ങനെ നമ്മൾ എമ്പുരാൻ കാണാൻ വേണ്ടി തിയേറ്ററിലെത്തി. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, അതെന്തായാലും ഉണ്ടാവില്ല. കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. അല്ലേ പറ്റി അല്ലേ? ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നമുക്ക് പിന്നെ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ സാധനങ്ങളില്ല ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചത്. അത് ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നു. അല്ലേ ബെറ്റി? അല്ലേ ബെറ്റി ഡേഡിയാണേ. അപ്പോൾ നമ്മൾ ഇന്നലെ ലൂസിഫർ കാണാൻ, സോറി എമ്പുരാൻ കാണാൻ പോയായിരുന്നു. അബ്സല്യൂട്ട് അടിപൊളി പടമാണ്, അബ്സല്യൂട്ട് സിനിമയാണ്. അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തി കേട്ടോ. ഈ സിസ്റ്റർ നോക്കിയപ്പോഴേ ആള് ഇട്ടേക്കുന്ന അതേ ഡ്രസ്സിന്റെ അതേ കളർ തന്നെ നമ്മുടെ ബെറാക്കി ഇട്ടേക്കുന്നത് കണ്ടോ. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞു ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ സെലിൻ ഡോക്ടറിനെ പോയി കണ്ടു, എമ്പുരാൻ കണ്ടു. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ പോയി സാധനങ്ങളൊക്കെ കൊടുത്തു. ബെഡിന്റെ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു, ബെഡ് തന്നെ കൊടുത്തു. ഈ 2 ദിവസത്തെ വ്ലോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇറ്റ്സ് ബ്ലഷ ആൻഡ് ഗോ സൈനിങ് ഓഫ്. ബൈ ബൈ.